ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലൊരു മാങ്ങയച്ചാർ തയ്യാറാക്കിയാലോ. അതുപോലെ നല്ല ടേസ്റ്റുള്ള. അതിനായിട്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് നല്ലെണ്ണയ്ക്കകത്ത് നമ്മൾ കടുക് ഉലുവയിട്ട് പൊട്ടിയതിന് ശേഷം നമ്മളാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നമ്മൾ എടുത്തിരിക്കുന്ന മാങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം എടുക്കാൻ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമ്മൾ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും നമ്മൾ കാശ്മീരി ചില്ലി ചേർക്കുകയാണ് ചെയ്യുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. നമ്മളിവിടെ കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് 3-4 സ്പൂൺ ചേർക്കുന്നത്. അതുമാത്രമല്ല, മാങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാൻ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും നമ്മൾ കുറേശ്ശെ മാങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി തന്നെ മാങ്ങയ്ക്കകത്ത് ഉപ്പും മഞ്ഞളും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും മഞ്ഞളും നേരത്തെ ഇട്ട് വെക്കുമ്പോഴത്തേന് അതിനകത്ത് ഉപ്പ് പിടിക്കും. പിന്നെ നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് വീണ്ടും നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിനാഗിരി നമ്മൾ പുറത്തോട്ടൊന്നും കൊണ്ടുപോകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ദിവസമൊന്നും എടുക്കുന്നില്ലെങ്കിൽ വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ചാറായിട്ട് വേണ്ടുന്നവർക്ക് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ നമുക്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള മാങ്ങയച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.